ഞാൻ ഭഗവാനോട് പറഞ്ഞു എൻ്റെ വേദന വന്ന് എനിക്ക് കിഡ്നി പേഷ്യൻ്റ് ആണെന്നൊരു പേടിയായിരുന്നു. അങ്ങനെയായി ഞാൻ മാറ്റി തരണേ ഭഗവാനെ. നാണയപ്പുറ നിറച്ചകന്നു വെച്ചു. നാണയപ്പുറ നിറച്ചു. അതിനുശേഷം എനിക്കൊരു വേദനയില്ല, ഒന്നുമില്ല എന്നായി. ഉടനെ ഐസിൽ കയറ്റണം അങ്ങനെയൊക്കെ തോന്നുന്നു. അപ്പം നമ്മൾ അവരിവിടെ വരുമ്പം അവർ കൊടുക്കും 4 മാസം പ്രായമായിട്ട് കൊണ്ടുവന്നാണ് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ നമ്മൾ കുഞ്ഞിനെപ്പോഴും തന്നെ കണക്കാക്കുന്ന ഇതാണ്. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ആ കുട്ടി എൻ്റെ അമ്മയും നേർന്നു ഞാനിവിടെ ഭഗവാന് അങ്ങനെ കുട്ടിക്ക് ദോഷമൊന്നും ഇല്ലാണ്ട് വരുവാണ്, ഞാനിങ്ങനെ നാണയപ്പുറം അവളെ കൊണ്ട് നാണയപ്പുറം നടത്തിച്ചോളാം എന്ന് പറഞ്ഞ് നേർന്നു. ഏതായാലും 2 ദിവസം കൊണ്ട് ലക്ഷത്തിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ് സൗണ്ട്. ഹരേ കൃഷ്ണ. അത്ഭുത കൃഷ്ണനായ ഔഷധ കൃഷ്ണന്റെ തിരുനടയിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ വിശേഷമായ ഒരു ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. കർക്കടകം 16-ാം തീയതി ജൂലൈ 31-ന് ഭഗവാന്റെ ഔഷധ സേവ. അനേകായിരം ആളുകളാണ് തിരുനടയിലേക്ക് അന്ന് ഇവിടെ ഓടിയെത്തുക. നമുക്ക് ആ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. ഭഗവാന്റെ തിരുമുറ്റത്തേക്ക് പോകാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നേരിട്ട് കണ്ടറിയാം. ഹരേ കൃഷ്ണ. ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ദേവന്മാരുടെ ഭിഷഗ്വരന്മാരുമായിരുന്ന അശ്വനീദേവപുത്രനായ നകുലനാണ് ഇടവെട്ടി ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത്. സർവ്വരോഗങ്ങൾക്കും ശമനം പ്രദാനം ചെയ്യുകയായിരുന്നു പ്രതിഷ്ഠയുടെ സങ്കല്പം. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾ അവരുടെ അനുഭവം കൊണ്ട് അത്ഭുത കൃഷ്ണൻ എന്ന് വിളിക്കുന്ന സാക്ഷാൽ കണ്ണൻ്റെ തിരുനടയിൽ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമിയുടെ തിരുമുറ്റത്താണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. രോഗശാന്തി, ഔഷധ സേവ കൊണ്ട് ആളുകൾക്ക് എത്രയാ ഫലം ഉണ്ടായ നിശ്ചയില്ല. അവർ തന്നെ നിശ്ചയിച്ച വഴിപാടുകൾ. കാരണം ഈ ഭഗവാന്റെ തിരുമുറ്റത്ത് വന്ന് ഇന്നത് ചെയ്യണമെന്ന് ഭഗവാൻ കാട്ടിക്കൊടുത്ത ആ മാർഗങ്ങൾ നിർദ്ദേശിച്ച ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ കണ്ണൻ്റെ തിരുമുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഔഷധ സേവയ്ക്ക് ഇത്രയും പ്രാധാന്യമുള്ള വേറൊരു ക്ഷേത്രം ഇല്ല. സാക്ഷാൽ നകുലനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. പഞ്ചപാണ്ഡവരിൽ പ്രസിദ്ധനായ നകുലനാണ് ഇവിടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. നകുലൻ ആരാ ചോദിച്ചാൽ അശ്വിനി ദേവകളുടെ മകനാണ്. അശ്വിനി ദേവകൾ സാക്ഷാൽ സ്വർഗത്തിലെ ഭിഷഗ്വരനാണ്. അവിടെയുള്ള സകല ആളുകളുടെയും രോഗം മാറ്റുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് സാക്ഷാൽ നകുലൻ. അദ്ദേഹം ആ പഞ്ചപാണ്ഡവര് ഈ തൊടുപുഴ ഭാഗത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ, പ്രധാനമായിട്ട് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങിയ കൃഷ്ണന്റെ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അത് നകുലൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണത്. നകുലൻ മാദ്രിയുടെ പുത്രനാണ്, അശ്വിനി ദേവതകളുടെ മകനാണ്. ഔഷധത്തിൻ്റെ മാഹാത്മ്യം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ ഇനി ഇതിനപ്പുറത്ത് വേറൊന്നും വേണ്ട. ബ്രഹ്മസ്വം മഠത്തിലെ, തൃശ്ശൂര് ബ്രഹ്മസ്വം മഠത്തിലെ വൈദികര് ഔഷധ സൂക്തം ജപിച്ച് തലേ ദിവസം, അതായത് കർക്കടകം 16-ാം തീയതി അവർ തലേ ദിവസം അവരിവിടെ കൊണ്ടുവന്ന് ആ ഔഷധം, അത് അന്നും ആ ഔഷധ സേവ നടത്തുന്ന അന്നും ആ ഭഗവാന്റെ തിരുനടയിൽ വെച്ച് അത് പൂജിച്ച് മന്ത്രം ജപിച്ച് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വെണ്ണക്കണ്ണെന്നാ പറയുക തന്നെ അല്ലേ. വെണ്ണ തരാം കൃഷ്ണ എന്നാണ് ഗോപികമാര് കണ്ണനോട് എന്തെങ്കിലും കാര്യം നടത്താനുണ്ടെങ്കിൽ പറയുക. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല എന്ന്. അപ്പൊ വെണ്ണയുടെ മാഹാത്മ്യം എത്രയാന്ന് പറയാനേ വയ്യ. അത്ര വെണ്ണ കൊതിയനാണ്. അപ്പൊ എന്ത് കൊടുത്താലും അതിൻ്റെ കൂടെയൊക്കെ വെണ്ണ വേണത്രേ കണ്ണന്. അപ്പൊ ആ ശ്രീലകത്ത് വെച്ച് ആ ഔഷധം ജപിച്ചു കൊണ്ടുവന്നായ ഔഷധം ഈ വെണ്ണയോട് ചേർത്ത് ഭഗവാന് പ്രിയപ്പെട്ട അരയാലിൻ്റെ ഇലയിൽ അത് ഭക്തന്മാർക്ക് സേവിക്കാനായിട്ട് കൊടുക്കുകയാണ്. ആ ഔഷധമാണ് ഭക്തന്മാർക്ക് കൊടുക്കുക. ഞങ്ങളുടെ സർവ്വരോഗങ്ങൾ മാറ്റണേ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ച് അത് സേവിക്കും. അനേകായിരം ആളുകളാണ് ആ ദിവസം പടയ്ക്ക് ഓടിയെത്തുക. രോഗം മാറിയ ആളുകൾ തങ്ങളുടെ സന്തോഷം ഭഗവാനോട് പറയാനും ഇനി രോഗം വരാണ്ടിരിക്കാൻ വേണ്ടി കണ്ണാ അവിടുത്തെ അനുഗ്രഹം കൊണ്ടതാ എല്ലാ രോഗങ്ങളും മാറി, ഇനി അടിയങ്ങളെ ഈ അപകടത്തിൽ ചാടിക്കരുതേ എന്ന് പറയാൻ, ഭഗവാനോട് നന്ദി പറയാൻ വേണ്ടി, രോഗം വരാണ്ടിരിക്കാൻ. രോഗമുള്ള ആളുകളും എത്രയാ ദേശത്തും പരദേശത്തു നിന്നും ഇവിടെ ഓടിയെത്തുന്നത് ഭഗവാന്റെ തിരുനടയിലേക്ക് എന്നുള്ളൊരു കണക്കില്ല. ഔഷധ സേവ എല്ലാ കൊല്ലവും കൃത്യമായിട്ട് ആ ദിവസം നടക്കുകയാണ്. കർക്കടകം 16. ഇത്തവണ അത് ജൂലൈ 31 ഇംഗ്ലീഷ് ഡേറ്റ് വരുമ്പോൾ. അത് മാറിയാലും ഈ ഡേറ്റിന് മാറ്റമില്ല എന്നർത്ഥം. അവിടെ ഭഗവാന്റെ മുമ്പിൽ അനേകായിരം ആളുകൾ എത്തുന്ന ആ സുഹൃത ദിനം.
കൂടുതൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ഔഷധ സേവയിൽ പങ്കെടുത്ത് രോഗദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം കണ്ടെത്തിയവർ നിരവധി പേരാണ്. ഭഗവാനെ അന്നേ ദിവസം ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സാധിക്കുമെന്ന വിശ്വാസവും അതിലൂടെ ഫലപ്രാപ്തി സിദ്ധിച്ചവരും ഈ കൂട്ടത്തിലുണ്ട്. വിവാഹത്തിന് ശേഷം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഔഷധ സേവയിലൂടെ സന്താനലബ്ധി നേടിയവർ നിരവധി. അങ്ങനെ നിരവധി അനുഭവങ്ങൾ നൽകി അനുഗ്രഹിച്ച കാരുണ്യമൂർത്തിയാണ് ഇടവെട്ടി കൃഷ്ണൻ. അത്ഭുതകൃഷ്ണനായ കണ്ണൻ ഓരോ ക്ഷേത്രങ്ങളിലും ആ ഗ്രാമദേവതയായിട്ട് ഓരോരോ ഭാവങ്ങളിലാണ് അവതരിക്കുക, അല്ലെങ്കിൽ അവർക്ക് അനുഭവ വിദ്യയാവുക. ഗോശാലകൃഷ്ണനായിട്ടും ഗോപീകൃഷ്ണനായിട്ടും രാധാകൃഷ്ണനായിട്ടും ഒക്കെ. ഇവിടെ സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. അങ്ങനെ ചതുർബാഹുവായിട്ടുള്ള കൃഷ്ണനാണ്. ഗുരുവായൂരൊക്കെ അങ്ങനെ തന്നെയാ കാണാം, ചതുർബാഹുവായിട്ടുള്ള കൃഷ്ണൻ. അങ്ങനെയാണ് ഇവിടെ ഈ അത്ഭുത കൃഷ്ണൻ വിളയാടുന്നത്. തിരുവോണൂട്ട് വളരെ പ്രധാനമാണ് ഭഗവാൻ. അത്രയും വലിയൊരു വഴിപാടില്ല എന്നൊക്കെയാ പറയുക. തിരുവോണൂട്ട് വളരെ പ്രധാനമാണ് ഭഗവാൻ. അതുപോലെ ദിവസപൂജ ഭഗവാനെ നടത്താവുന്ന ഒരു വലിയ വഴിപാടാണ്. പോരാത്തേന് കദളിപ്പഴവും വെണ്ണയും ത്രിമധുരവും പാൽപായസവും ഒക്കെ ഭഗവാന് പ്രിയാണ്. പായസപ്രിയ ഗോവിന്ദ എന്ന പാട്ട് വരെയുണ്ട്. ഇവിടെ തൊഴാൻ വരുന്നവരൊക്കെ പറയാ ഭഗവാന്റെ തിരുവോണൂട്ടിന് വരില്ലേ എന്നാ ചോദിക്കുക. ഭഗവാന് പാൽപായസം നടത്തിയില്ലേ, ത്രിമധുരം നേദിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. അത്രയും കൊതിയാണ് ഭഗവാനെ. അപ്പൊ അതുകൊണ്ട് ഭക്തന്മാരുടെ വാക്കിലൂടെ അവരുടെ വൈഖരിയായിട്ട് ഭഗവാൻ തന്റെ ആഗ്രഹം ഇങ്ങനെ പറയണം. വെണ്ണക്കൊതിയനാണ് കണ്ണൻ. ഈ കണ്ണനെ ഉപാസിക്കാനാവുക വെച്ചാൽ അത് വലിയ ഭാഗ്യാണ്. സർവ്വരോഗ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് ഈ അത്ഭുത കൃഷ്ണൻ, ഇടവെട്ടിയിലെ കണ്ണൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആ കണ്ണന്റെ തിരുനടയിലാണ് നമ്മളെല്ലാവരും ഇപ്പൊ നിൽക്കുന്നത്. ഇവിടുത്തെ ഔഷധ സേവയിൽ പങ്കെടുക്കാനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തന്മാരാണ് എത്തുന്നത്. തൃശ്ശൂര് ബ്രഹ്മസ്വം മഠത്തിലെ വേദപണ്ഡിതന്മാർ ഔഷധ സൂക്തം ജപിച്ച് ചൈതന്യവത്താക്കിയ ഔഷധം വെണ്ണയിൽ ചാലിച്ച് അരയാലിലയിലാണ് ഭക്തജനങ്ങൾക്ക് നൽകുന്നത്. രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോടെ ആചാര്യന്മാർ ചൊല്ലിത്തരുന്ന മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഈ ഔഷധം സേവിക്കേണ്ടത്. നാലമ്പലത്തിൽ വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഇരുന്നാണ് ഔഷധം സേവിക്കുക. ഔഷധം സേവിച്ച് ഔഷധക്കഞ്ഞി കൂടി കഴിച്ചാണ് ഈ ചടങ്ങ് പൂർത്തീകരിക്കുക. ഔഷധം വെറും വയറ്റിലാണ് സേവിക്കേണ്ടത്. ഔഷധം സേവിക്കുന്നതിന് മുമ്പും അതിന് ശേഷവുമുള്ള 5 ദിവസം മാംസാഹാരം ഒഴിവാക്കുന്നത് ഉത്തമമത്രേ. പാലാഴി പോലെ ജനപ്രവാഹം കാൽക്കലേക്കോ വാഗച്ചാർത്തിലേക്കോ എന്നൊരു കീർത്തനം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ പാലാഴി പോലെ ജനപ്രവാഹം ഇങ്ങോട്ട് വരാൻ പോവാണ് ഇടവെട്ടി കണ്ണന്റെ തിരുമുമ്പിലേക്ക്. കർക്കിടകം എത്തിക്കഴിഞ്ഞു. അപ്പൊ 16-ാം തീയതി ഈ മഹാജനങ്ങൾ മുഴുവൻ ഔഷധ സേവയ്ക്കായിട്ട് ഈ കണ്ണന്റെ മുമ്പിലേക്ക് ഓടി എത്തുമ്പോ അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ഇവിടെ ചെയ്യണം, അല്ലെ? നമ്മുടെ ക്ഷേത്രത്തിന്റെ അധികാരിയായിട്ടുള്ള സെക്രട്ടറി ശ്രീ സിജു ബി പിള്ള, അദ്ദേഹമാണ് ഇതിന്റെ സെക്രട്ടറി. അപ്പൊ ഈ ക്ഷേത്രം അവരെ സ്വീകരിക്കാൻ വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ടാവും. എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിന് വേണ്ട സജ്ജീകരണങ്ങൾ, മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ അത് ഭക്തജനങ്ങൾക്ക് വലിയ സന്തോഷമെന്ന് തോന്നുന്നു. ഒന്ന് വിശദീകരിച്ചാൽ നന്നാവും. മുൻ വർഷത്തേക്കാൾ കൂടുതൽ അന്വേഷണങ്ങൾ ഈ വർഷം ഔഷധ സേവയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ധാരാളം ഭക്തജനങ്ങൾ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തിച്ചേരുന്നതാണ് ഔഷധ സേവ. മുൻ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷം 46,000-ൽ പരം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് ഔഷധം സേവിച്ചു. അപ്പോൾ അതിന് കൃത്യമായ കണക്കുകൾ ഉണ്ട്. ഇപ്രാവശ്യം അതിനു മുകളിൽ ഏതാണ്ട് അതിൽ കൂടുതൽ 10,000-ൽ കൂടുതൽ 50-ന് മുകളിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നു ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ക്ഷേത്ര ഭരണസമിതി ഇരിക്കുന്നത്.
അതിനുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ കഴിഞ്ഞ 1 വർഷമായി ക്ഷേത്ര ഭരണസമിതി ഈ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുന്ന് ദൂരെ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായി യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കാതെ ഔഷധം സേവിച്ച് പ്രസാദവും ഔഷധക്കഞ്ഞിയും കഴിച്ച് മടങ്ങുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ അവസാന വട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാലപീഡകൾ അകലുന്നതിനും ഭഗവത് പ്രീതിക്കും രോഗശമനത്തിനും ഔഷധസേവാദിനത്തിൽ ഭക്തജനങ്ങൾ ഔഷധ സൂക്താർച്ചനയും ധന്വന്തരി മന്ത്രാർച്ചനയും നടത്തിപ്പോരുന്നു. കണ്ണന്റെ ഉപദേവതമാരാണ് ദുർഗാഭഗവതിയും ഭുവനേശ്വരിയും. അമ്മയുടെ അനുഗ്രഹം കിട്ടിയാൽ ആ കണ്ണനെ കാണാൻ പറ്റുള്ളൂ എന്നാണ് കണ്ണന്റെ ഭക്തന്മാരൊക്കെ പറയാറ്. കാർത്തിയായനി വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട് ഗോപികമാര് ഭഗവാനെ കിട്ടാൻ വേണ്ടി. ആ ഭഗവതിയാണ് സാക്ഷാൽ ദുർഗാദേവി ഭുവനേശ്വരി. ഈ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അമ്മയുടെ പ്രീതിക്ക് നാരങ്ങ വിളക്ക് വളരെ പ്രധാനമാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ സംഘാടകര് എണ്ണയിട്ട് യന്ത്രം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഭക്തജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അവിടെ വന്നാൽ ഭഗവതിയെ തൊഴുക, ഭഗവതിക്ക് ആ നാരങ്ങ കൊണ്ടുള്ള വിളക്ക് സമർപ്പിക്കുക. അമ്മയുടെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവട്ടെ. നാരായണ അമ്മേ മഹാമയി. സന്താനലബ്ധിക്കും ഋണമോചനത്തിനും വിവാഹ സംബന്ധവും ഭൂമി സംബന്ധവുമായ തടസ്സങ്ങൾ നീങ്ങുന്നതിനും മറ്റും ഭഗവാന് ദിവസപൂജയും തിരുവോണ ഊട്ടും നടത്തുന്നത് വിശേഷമാണ്. ഈ വഴിപാടുകൾ ഭക്തജനങ്ങൾക്ക് അവരവരുടെ പേരിലും നാളിലും വഴിപാടായി നടത്തുന്നതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. കണ്ണനെ പ്രദക്ഷിണം വെച്ചിങ്ങനെ വരുമ്പോൾ ഭഗവതിയെ തൊഴുതു അവിടെ വരുമ്പോൾ സർപ്പത്തിന്റെ സ്ഥലമായി നാഗദേവതയാണ്. മനോഹരമായിട്ടുള്ള കമാനങ്ങളും അല്ലെ, എത്ര മനോഹരമായിട്ടാണ് ചെയ്തേക്കണെന്ന് നമുക്ക് കാണണ്ട അറിയാൻ തരാവും. അപ്പൊ അന്ന് ഏറ്റവും വിശേഷം എന്താ വെച്ചാൽ ഈ ഔഷധ സേവയുടെ അന്ന് ഈ സർപ്പത്തിന് മഞ്ഞൾപ്പൊടി സമർപ്പണം വളരെ പ്രധാനമാണ്. അതുപോലെ തുടർന്ന് വരുന്ന എല്ലാ മാസത്തിലെയും ആയില്യ പൂജ അത് വളരെ വിശേഷമായിട്ടുള്ളൊരു ചടങ്ങായിട്ട് ഇവിടെ ആചരിച്ചു വരുന്നുണ്ട്. അപ്പൊ എല്ലാ മാസത്തെയും വഴിപാടൊക്കെ നമുക്ക് അന്ന് തന്നെ ചീട്ടാക്കാൻ കഴിയും. എല്ലാ മാസവും കൃത്യമായിട്ട് ആയില്യ പൂജ നടക്കും. ഭക്തന്മാർക്ക് വന്ന് തൊഴുകയും ചെയ്യാം. അപ്പൊ പ്രധാനമായിട്ടുള്ള അന്നത്തെ വഴിപാട് സർപ്പത്തിന് നൽകുന്നതായിട്ടുള്ള മഞ്ഞൾപ്പൊടിയുള്ള അഭിഷേകം തന്നെയാണ്. അത് വളരെ വിശേഷമാണ്. സർപ്പ ദുരിതങ്ങളും തീരാൻ, സകല രോഗങ്ങളും തീരാൻ ഈ ഭഗവാനെ കൂടി നമ്മൾ ആരാധിക്കേണ്ടതുണ്ട്. ആ സർപ്പദേവതകളും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കലിയുഗവരതനായ സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിന്റെ തിരുനടയിലാണ് നമ്മൾ നിൽക്കുന്നത്. കലിദോഷം ഇല്ലാണ്ടാക്കാൻ, ശനിദോഷം ഇല്ലാണ്ടാക്കാനൊക്കെ ഈ ഭഗവാനോളം കാരുണ്യം വേറെ ആർക്കാനുള്ളതെന്ന് ശരിയ. ഭഗവാൻ ആടിയതായിട്ടുള്ള അഭിഷേകം ചെയ്തതായ ഭസ്മം ഭക്തന്മാർക്കൊക്കെ അന്ന് ലഭിക്കും. പോരാതേന് വിശേഷമായിട്ട് നീരാഞ്ജനം, അത് കലിദോഷം ഇല്ലാണ്ടാക്കാനും ശനിദോഷം ഇല്ലാണ്ടാക്കാനും വിശേഷമാണെന്ന് പണ്ഡിതന്മാരും ഭക്തന്മാരും ആചാര്യന്മാരും പറയാറുള്ളതാണ്. നമ്മുടെ ഭാഗ്യം കൊണ്ട് ഭഗവാന്റെ ഉപദേവതയായിട്ട് സാക്ഷാൽ അയ്യപ്പസ്വാമിയും നമ്മുടെ ക്ഷേത്ര സന്നിധാനത്ത് തന്നെയുണ്ട്. ആ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാ ഭക്തന്മാരും ഇവിടെ വന്ന് ഭഗവാന്റെ മുമ്പിൽ നീരാഞ്ജനം ഒഴിയുക. ആ ഭസ്മം വിഭൂതി ഉണ്ടല്ലോ, വിഭൂതി പോലെ അനുഗ്രഹദായകമായിട്ട് മറ്റൊരു പ്രസാദം ഇല്ല എന്നാ പറയാ. അത് ധരിക്കാനും ഭക്തന്മാർക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. സ്വാമി ഈശ്വരനയ്യപ്പ. കണ്ണന്റെ കൂടെ എപ്പോഴും ഗോപിഗോപന്മാരുണ്ടാവും. അതുപോലെ ഈ അത്ഭുത കൃഷ്ണന്റെ കൂടെയുള്ള ഗോപിഗോപന്മാരാണ് ഈ കണ്ണൊക്കെ. ഇതിലെ ഭക്തജനങ്ങളും സംഘാടകരും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. കണ്ണന്റെ കൂടെ ഇങ്ങനെ സർവ്വതാ ഇവരൊക്കെ ഉണ്ടാവും. ഇതാ കർക്കിടക മാസം എത്താറായി. ഔഷധ സേവയ്ക്കൊക്കെ ഭക്തജനങ്ങൾ ഓടിയെത്തും. അതിനു വേണ്ട ഒരുക്കങ്ങള് ഒക്കെ ഒരുവിധമായി എന്നാണ് ഇവിടെ വന്ന് പറയുന്നത് അല്ലെ. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ചടങ്ങുകളെ കുറിച്ചും ഒക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആളുകൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉണ്ട്. ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ പറ്റും. ഇതിന്റെ ചടങ്ങുകളെ കുറിച്ചും അതുപോലെ തന്നെ ഭക്തന്മാരുടെ അനുഭവങ്ങൾ ഉണ്ടാവും. ഓരോ ആളുകളും ഇവിടെ നിങ്ങളോട് സംവദിക്കുമല്ലോ, കഴിഞ്ഞ വർഷം പോയിട്ട് ഇങ്ങനെ ഒരു ഫലം ഉണ്ടായി എന്നൊക്കെ. അത് കൂടുതൽ അറിയാൻ പറ്റിയ സംഘാടകർക്കാണ്.
അതുകൊണ്ട് ഇതിന്റെ ചടങ്ങുകളെക്കുറിച്ചും ഇതിന്റെ പ്രത്യേകതയെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് ഭക്തജനങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ജയൻ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ ഔഷധ സേവയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ ഭഗവാന്റെ ഈ ഒരു ചൈതന്യ പ്രഭാവത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ഇവിടെ എത്തി ലോകത്തിന് മുന്നിലേക്ക് അത് എത്തിക്കുവാനായിട്ട് ഇന്നിവിടെ എത്തിയതിനുള്ള നന്ദി ആദ്യമേ ഈ ഗ്രാമത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തട്ടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞതുപോലെ 5000 വർഷങ്ങൾക്കും അപ്പുറത്ത് പഞ്ചപാണ്ഡവരിൽ മാദ്രിയുടെ പുത്രനായ നകുലൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രം. അപ്പോൾ അതിൽ അശ്വിനി ദേവന്മാരുടെ പുത്രനായതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി വെച്ച ഈ ഒരു ആചാരം ഇന്ന് ശരിക്കും അവർ തന്നെയാണ് ഈ വന്ന് ഔഷധം സേവിച്ച് ഫലം കിട്ടിയ ആളുകളിലൂടെ വാമൊഴിയായി പടർന്നാണ് ഇത് അത്ഭുതകൃഷ്ണനും ഔഷധകൃഷ്ണനും ഒക്കെ ആയിട്ട് മാറിയത്. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും, ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഈ കർക്കിടകം 16-ന് ഔഷധ സേവ നടക്കുന്നുണ്ടെങ്കിലും ഈ ഇടവെട്ടി ഔഷധ സേവയ്ക്കുണ്ടായ പ്രാധാന്യം അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഡോക്ടറിൽ ഈ രോഗിക്കുള്ള വിശ്വാസം പോലെ വരുന്ന ആളുകളൊക്കെ ഔഷധം സേവിച്ചാണ് ഇന്നിപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും നമുക്ക് ഔഷധ സേവയുടെ കൺവീനർമാരുണ്ട്. അവരൊക്കെ ഇവിടെ വന്ന് ഔഷധം സേവിച്ച് ആ ഒരു ഫലം ലഭിച്ച് മറ്റുള്ള ആളുകളിലേക്ക് പടർത്തിയാണ് ഈ ഒരു ഔഷധ സേവയ്ക്ക് ഇത്ര പ്രാധാന്യം ഉണ്ടായത്. എല്ലാ വർഷവും കർക്കിടകം 16-നാണ്. ഈ വർഷം അത് ജൂലൈ 31 ബുധനാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ ചടങ്ങുകൾ ശരിക്കും തലേദിവസം തന്നെ ആരംഭിക്കും. തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിൽ നിന്നുള്ള വേദപണ്ഡിതന്മാർ ഔഷധ സൂക്തം ജപിച്ച് ഈ ഔഷധക്കൂട്ട് ചൈതന്യവത്താക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതിലേക്കും ഞങ്ങൾ ചേട്ടനെ ക്ഷണിക്കുകയാണ്. ഈ വർഷം ജൂലൈ 30-ാം തീയതി വൈകുന്നേരമാണ് ആ ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ അതിൽ ചേട്ടൻ പറഞ്ഞതുപോലെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണ തുല്യ അളവിൽ ചേർത്ത് അരയാലിലയിൽ ക്ഷേത്രത്തിനുള്ളിൽ ചുറ്റമ്പലത്തിൽ വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നിട്ടാണ് ഭക്തജനങ്ങൾ സേവിക്കുന്നത്. ഔഷധ സേവയുടെ ചടങ്ങ് 31-ാം തീയതി രാവിലെ നമുക്ക് ഈ ബ്രഹ്മസ്വം മഠത്തിലെ വേദപണ്ഡിതന്മാർ ഔഷധ സൂക്തം ജപിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരാണ് ശരിക്കും ഈ ആലിലയിൽ തയ്യാറാക്കിയ ഔഷധക്കൂട്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വേദമന്ത്രത്തിന്റെയും അതുപോലെ കലിസന്ധരണ മന്ത്രത്തിന്റെയും ഒക്കെ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് ഈ ഔഷധം ഭക്തജനങ്ങൾ സേവിക്കുന്നത് തന്നെ. അപ്പോൾ അതൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ നമുക്ക് ഈ അരയാലിലയിൽ ഈ ആളുകൾ ഔഷധം അല്പം അളവ് കുറവാണല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത്ര മതി, അത് അത്രേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കൊടുക്കുന്ന ഔഷധം രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സേവിക്കുകയാണ്. ധാരാളം അനുഭവങ്ങൾ ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു കണ്ണൂരിൽ നിന്നും ഒരു ടീം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ ഇവിടുത്തെ വേറൊരു പ്രത്യേകത, നമുക്കിപ്പോൾ നാണയപ്പറ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. നാണയപ്പറയുണ്ട്, നാണയം കൊണ്ട് തുലാഭാരമുണ്ട്. ഇതൊക്കെ ഭക്തജനങ്ങളുടെ മനസ്സിൽ തോന്നിയ വഴിപാടുകളാണ്. അപ്പോൾ അവര് ഇങ്ങനെ ഭഗവാന് രോഗം മാറാനായിട്ട് ഞാൻ ഇടവെട്ടി കണ്ണന് നാണയം കൊണ്ട് തുലാഭാരം നടത്താം എന്ന് നേർന്നിട്ട് ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു വഴിപാട് ഇവിടെ ഇല്ല. അപ്പോ അത് ഭഗവാൻ അവരുടെ മനസ്സിൽ തോന്നിച്ച് നിമിത്തമാക്കി ആരംഭിച്ച വഴിപാടാണ്. അവരോട് വരുമ്പോൾ ഈ വഴിപാട് ഓൾറെഡി ഇവിടെ ഇല്ല, അവരുടെ സ്വപ്നത്തിൽ കണ്ടത്. അതെ, അങ്ങനെ തുടങ്ങി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ചേച്ചിയാണ് ഈ വഴിപാട് നേർന്ന് പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ അങ്ങനെയാണ് ആ വഴിപാടുണ്ടായത്. അതുപോലെ തന്നെ ഈ നാണയപ്പറയാണെങ്കിലും ഭഗവാന്റെ ഈ ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരണം, അതുകൊണ്ട് ഞാൻ ഭഗവാന് നാണയപ്പറ സമർപ്പിക്കാന്ന് പറഞ്ഞു വരുമ്പോൾ ഇവിടെ നാണയപ്പറ ഇല്ല. അങ്ങനെ തുടങ്ങി. അപ്പൊ ഈ നാണയപ്പറയെ കുറിച്ച് പറയുമ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് അവർ എത്തിയത്. ഒരു ടീം 50 പേരുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കുടുംബത്തില് 13 പെൺകുട്ടികളാണ്. അപ്പൊ ഒരു ആൺകുട്ടി വേണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഔഷധ സേവയുടെ സമയത്ത് വന്ന് നാണയപ്പറ എടുത്തു. ആൺകുട്ടി ഉണ്ടായി. അപ്പൊ അങ്ങനെ തൊഴാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ നൂറുകണക്കിന് അനുഭവങ്ങൾ നമുക്ക് പിന്നീട് ലഭിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് 31-ാം തീയതി ആണെങ്കിലും സാധിക്കുമെങ്കിൽ നമ്മൾ ഭക്തന്മാരോട് പറയാറുണ്ട്, ഈ ആയുർവേദ ഔഷധം ആയതുകൊണ്ട് കൂടുതൽ എഫക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ അതിന് മുൻപുള്ള ഒരാഴ്ചയും അത് കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ചയും വെജിറ്റേറിയൻ ആയിട്ടിരുന്നാൽ കൂടുതൽ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. പിന്നെ നമുക്ക് ഈ വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളത് പണ്ട് മുതലുള്ള ഒരു ആചാരം അതേപോലെ തന്നെ ഇവിടെ പിന്തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് പ്രായോഗികമായിട്ട് നടക്കാറില്ലെങ്കിലും ലഘുവായ ഭക്ഷണമൊക്കെ കഴിച്ചു. കാരണം രാവിലെ മുതൽ ഉച്ചവരെ ഉണ്ടല്ലോ. അപ്പോൾ ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത് രാവിലെ തന്നെ വന്ന് ക്യൂ നിൽക്കാതെ നമുക്ക് രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഉണ്ട്. അപ്പോൾ വെറും വയറ്റിൽ കഴിക്കണം എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ലഘുവായിട്ട് കഴിച്ച് വന്നാൽ അത്ര തിരക്കില്ലാതെ നമുക്ക് 1:30-2 മണി വരെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഒരുപാട് കഥകൾ ഈ
കണ്ണനെ പറ്റി കേട്ടിട്ടുണ്ട്. അതിൽ ഒരു കഥ എന്താ വെച്ചാലേ, ഈ വഴിപാട് നേർന്നാൽ അത് നടക്കും, പക്ഷെ അത് കൊടുക്കാൻ മടിക്കരുത്, മടിച്ച അല്ലെ, കണ്ണൻ അത് ഓർമ്മിപ്പിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണ്. അപ്പൊ അതില് പറയാനുള്ളത് നമ്മുടെ സിനിമാ നടൻ ജയറാം ഉണ്ടല്ലോ. അപ്പോ അദ്ദേഹം ഈ ഇടവെട്ടി ഭാഗത്ത് തൊട്ടടുത്തൊരു ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആ സമയത്ത് ഈ കുട്ടികളുടെ ചെണ്ടമേളം അവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അരങ്ങേറ്റം വന്നു. അപ്പോൾ ആളുകൾക്കൊരാഗ്രഹം, ജയറാമേട്ടന് ഇതിന് താല്പര്യമുള്ള ആളാണല്ലോ, അപ്പോൾ അദ്ദേഹത്തെ വിളിക്കാം. അപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. അപ്പോൾ അന്ന് ഒരു വൈകുന്നേരമായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് തൊഴുതു. എന്തായാലും ഈ ജയറാമേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ചെറിയ കാര്യമൊന്നും ആയിരിക്കില്ലല്ലോ. ജയറാമേട്ടൻ എന്തോ പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷെ തിരക്കുള്ള ആളാണല്ലോ, അപ്പൊ അതുകൊണ്ട് അത് മറന്നുപോയി. ആഗ്രഹം സാധിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു അനുഭവം ആട്ടോ. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനം. നീ പറഞ്ഞ കാര്യം ഞാൻ നിനക്ക് സാധിച്ചു തന്നു, പക്ഷെ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ കാര്യം എന്താണ് തരാത്തത്, നീ തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ജയറാമേട്ടൻ ചാടി എഴുന്നേറ്റ് മലബാർ ഗോൾഡ് തൊടുവഴിയുണ്ട്, അപ്പൊ അങ്ങോട്ട് വിളിച്ച് രാവിലെ ഞാനൊന്നും ഇവിടെ ഉണ്ട്, ഞങ്ങള് ഒട്ടുമിക്ക ആളുകളും ഉണ്ട്. അപ്പൊ അദ്ദേഹം ഓടി വന്നു. ഒരു 2.5 പവന്റെ മാലയാണ് ഭഗവാന് സമർപ്പിക്കാനായിട്ട് അദ്ദേഹം മനസ്സിൽ അന്ന് ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അത് സമർപ്പിച്ച് ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ നാണയപ്പറയുടെ ഒരു പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ നാണയപ്പറ ഏത് ആഗ്രഹത്തോടു കൂടിയാണോ നാണയപ്പറ സമർപ്പിക്കുന്ന, ആഗ്രഹം ഭഗവാൻ സാധിപ്പിക്കും. പക്ഷെ നമ്മൾ തിരിച്ച് കൊടുക്കുന്നത് ഈ പട്ടിൽ പൊതിഞ്ഞ ആ ഒരു നാണയമാണ്. പക്ഷെ അത് ഭഗവാന് കൊടുക്കാൻ മറന്നുപോരും. മഞ്ഞപ്പട്ടില് മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ. അപ്പൊ അന്ന് ചേട്ടൻ വരണം, വന്നാല് ഈ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാല്, ഔഷധ സേവയുടെ അന്ന് നമ്മൾ ഏത് ആഗ്രഹത്തോടു കൂടിയാണോ നാണയപ്പറ എടുക്കുന്നത്, ആ ആഗ്രഹം അടുത്ത ഔഷധ സേവയ്ക്ക് മുമ്പ് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ദൂരെയുള്ള ആളുകളൊക്കെ ആകുമ്പോൾ അവരിങ്ങനെ കരുതി വെക്കും ആ നാണയം, പട്ടിൽ പൊതിഞ്ഞ് പോക്കറ്റിലോ പൂജാമുറിയിലോ ഒക്കെ വെച്ചിട്ടേ അന്ന് തിരിച്ച് സമർപ്പിക്കും. അപ്പൊ ഇവിടെ വരുമ്പോ കാണാൻ പറ്റും പട്ടിൽ പൊതിഞ്ഞ ധാരാളം നാണയം ഇവിടെ കിടക്കുന്നത്. അപ്പൊ അതിനർത്ഥം അവരുടെയൊക്കെ ആഗ്രഹം സാധിച്ചു. വീണ്ടും അവരടുത്ത ആഗ്രഹം പറഞ്ഞ്, നമ്മുടെ ആഗ്രഹമൊക്കെ അവസാനമില്ലല്ലോ. അപ്പൊ ഒരു ആഗ്രഹം പറഞ്ഞു, നാണയപ്പുറം എടുത്തു, അത് നടത്തി. ഞാനീ പറഞ്ഞ പോലെ എത്രയോ അനുഭവങ്ങളാണ്. എത്രയോ 10-18 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടേ കുട്ടികൾ ഉണ്ടാവാതിരുന്ന്, കുട്ടികൾ ഉണ്ടായ അങ്ങനെ 100 കണക്കിന്. ക്യാൻസർ ഒക്കെ ആണെങ്കിലും ക്യൂറബിൾ അല്ല എന്ന് പറയുമ്പോഴും അവർക്കൊക്കെ കീമോ ഇല്ലാതെ തന്നെ മാറിയ കേസുകളുണ്ട്. അപ്പൊ അതൊക്കെ നേരിട്ടേ നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ. അന്ന് ചേട്ടൻ വന്നു കഴിഞ്ഞ് ഇത് കാണാൻ പറ്റും. അപ്പൊ അവരുടെ അനുഭവങ്ങൾ നേരിട്ട് കേൾക്കണം. ഞാൻ മനസ്സിലാക്കിയത് ഇതിന് ഓരോ ജില്ലകളിലും ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ഉണ്ടെന്നാ. അപ്പൊ അവരെങ്ങനെയാ ഈ ക്ഷേത്രം, എങ്ങനെയാ അവരെ കോർഡിനേഷൻ, അതല്ല അവരൊക്കെ അനുഭവമുള്ള ആൾക്കാരാണ്. കൺവീനർമാരെ ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഏതാണ്ട് 10ഓളം രാജ്യങ്ങളിൽ കൺവീനർമാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഔഷധ സേവയെ കുറിച്ച് കേട്ടറിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ച് അനുഭവങ്ങൾ നേടി അങ്ങനെ സ്വയം കൺവീനർമാരായി മാറിയവരാണ്. അപ്പൊ അവര് ഒന്നുമല്ല. അപ്പൊ അവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഔഷധ സേവയുടെ സന്ദേശം പരമാവധി ആളുകളിൽ എത്തിക്കും. അപ്പൊ അങ്ങനെ അന്ന് വന്നാൽ കാണാൻ പറ്റും. നമുക്ക് കണ്ണൂര്, കോഴിക്കോട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു വണ്ടി അറേഞ്ച് ചെയ്താ വരുന്നേ. അപ്പൊ അത് ചെറിയൊരു ഗ്രാമമാണ്, അതിന്റെ പരിമിതി ഉണ്ട്. എന്നാലും അവരിങ്ങനെ തലേദിവസം തന്നെ തൊടുവഴിയുള്ള എല്ലാ ഹോട്ടലുകളും എല്ലാ റൂമുകളും ബുക്കിംഗ് ആയിരിക്കും ആ സമയം. ജൂലൈ 30-ന് നേരത്തെ അവർ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ രാവിലെ മുതൽ അവരിങ്ങനെ വരും. അപ്പൊ അത് ഞാൻ പറഞ്ഞു, അന്ന് രാവിലെ മുതൽ വരാതെ 1:30 വരെ ഉണ്ടല്ലോ. അപ്പോൾ വരുവാണെങ്കിൽ നമുക്ക് വലിയ തിരക്കില്ലാതെ. ഏതായാലും ഞാനും ഇത്തവണ ഈ പറഞ്ഞ പോലെ കർക്കിടകം 16-ാം തീയതി ഭക്തജനങ്ങൾ ഒരുപാട് ഓടിക്കൂടുന്ന ഈ അത്ഭുത കൃഷ്ണന്റെ മുമ്പില്, ഈ ആനന്ദകൃഷ്ണന്റെ മുമ്പില് തീർച്ചയായിട്ടും ഞാനും വരുന്നുണ്ട് ആ ഉത്സവം ഒന്ന് കാണാൻ വേണ്ടി. കാരണം ഇതൊരു ഭക്തജനങ്ങളുടെ മഹോത്സവമാണല്ലോ. കർക്കിടക കഞ്ഞിയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഔഷധ സേവ എന്നുള്ളത് വലിയ പ്രാധാന്യമാണ്. രോഗദുരിതങ്ങൾ തന്നെയല്ല, വിവാഹങ്ങൾ നടക്കണ അനുഭവങ്ങൾ ഒരുപാട് പേര് പറയും. തീർച്ചയായും. അപ്പൊ ഈ ഒരു മംഗല്യസിദ്ധി നടക്കണു, രോഗദുരിതത്തിന് ശാന്തി വരണു, പിന്നെ പ്രണതക്ലേശനാശായ എന്ന് പറയില്ല, എല്ലാ ഈ സംസാര ദുഃഖം തന്നെ വലിയ പ്രശ്നമാണല്ലോ. അതിനൊക്കെ ശാന്തി വരുത്തുന്ന ഈ സുമുഹൂർത്തത്തിലേക്ക് ഈ നാട്ടുകാരൊക്കെ തയ്യാറായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും ഈ കണ്ണന്റെ അത്ഭുതത്തിന്റെ ഭാഗമാവാൻ. തീർച്ചയായിട്ടും ഈ ഔഷധ സേവയുടെ ഭാഗമായിട്ട് ഒരുപാട് ഭക്തജനങ്ങളോട് വരുമല്ലോ. അന്ന് ഇവിടെ എന്തൊക്കെ വഴിപാടുകളാണ് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, അതെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ. നമുക്ക് ഈ ഔഷധ സേവയുടെ അന്ന് ധാരാളം ആളുകൾ, കാരണം ഒരു വർഷം നോക്കിയിരുന്നിട്ടാണ് ഈ ഒരു ഔഷധ സേവാ ദിനം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ വഴിപാടുകളൊക്കെ അവർ ചെയ്യാറുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 അർച്ചനകളുള്ളത് ഔഷധ സൂക്ത അർച്ചനയും ധന്വന്തരി മന്ത്ര അർച്ചനയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ കൗണ്ടറുകൾ ധാരാളം ഉണ്ടാവും. അപ്പൊ ആ കൗണ്ടറിൽ ഏത് കൗണ്ടറിലും നമുക്കത് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഭഗവാന് ഒരു കുടം എണ്ണ സമർപ്പിക്കണം എന്നുള്ളവർക്ക് അതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഭഗവാന് നെയ്യ് വളരെ വിശേഷമാണല്ലോ. അപ്പോൾ നെയ്യ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ട് ആളുകൾക്ക് അനുഭവമുള്ള ആഗ്രഹങ്ങളാണല്ലോ നമുക്ക് തീരാതെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നാണയപ്പറ വളരെ വിശേഷമാണ്. അപ്പോൾ ഔഷധം സേവിച്ചിട്ട് എല്ലാവരും നാണയപ്പറ എടുത്തിട്ടേ പോകാറുള്ളൂ. അതും ഇവിടെ തന്നെയാണ്, ഭഗവാന്റെ മുന്നിൽ തന്നെ നാണയപ്പറ. അതുപോലെ ഈ രോഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ചേച്ചിയുടെ മനസ്സിൽ തോന്നിയ ഒരു വഴിപാടാണ് രോഗങ്ങൾ വരാതിരിക്കാനും. കഠിനമായ രോഗമുള്ളവരൊക്കെ നാണയം കൊണ്ട് തുലാഭാരം എടുത്തിട്ടേ അന്ന് പോകാറുള്ളൂ. ഒക്കെ നമ്മൾ വളരെ ഒരു കുട്ടിക്ക് മിണ്ടാൻ പറ്റാത്തൊരു കുട്ടി ഭഗവാന്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു, അങ്ങനെ അതങ്ങനെ കഥയുണ്ടാവും. അല്ല, അങ്ങനെ നടന്നാണ് അതൊക്കെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ നമുക്ക് അത്ഭുതകൃഷ്ണൻ അത്ഭുതകൃഷ്ണൻ എന്ന് പറയുന്നതേ അത് തന്നെയാണ്. നമുക്ക് മനസ്സിൽ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങളെ. ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണമൊക്കെ തരാൻ പറ്റുമോ നമുക്ക്? അപ്പൊ അതുകൊണ്ട് അവർ കുമളിയിലുള്ള ആളുകളായിരുന്നു. അപ്പോൾ സംസാരിക്കാത്ത ഒരു കുട്ടി ഇവിടെ വന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് അന്ന് കുട്ടി സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ അത് ചിലപ്പോൾ ഇത് വിശ്വസിക്കാൻ പറ്റാത്തതാണെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ രാജാവിനോട് പറയുന്നത്, ഔഷധസേവയുടെ ഒന്ന് വരണം, നേരിട്ട് അവര് വരുമല്ലോ, കാണാം. 100 കണക്കിന് അനുഭവങ്ങൾ നേരിട്ട് അങ്ങേക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഈ ഞാൻ പറഞ്ഞത് ആ നാണയം കൊണ്ടുള്ള തുലാഭാരം ഉണ്ടല്ലോ, അതും രോഗം വരാതിരിക്കാനും അതുപോലെ കഠിനമായ രോഗങ്ങളുള്ളവരെ അത് നിശേഷം മാറാനും വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന് നാണയം ഈ അന്ന് വെണ്ണ നിവേദിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാട് എന്ന് ഭക്തങ്ങൾ പറയാറുള്ളത് സമർപ്പണ നിധിയാണ്. അപ്പൊ അത് ഇവിടെ ഉണ്ട്. ഇതാണ് സമർപ്പണ നിധി. മഞ്ചാടി അല്ലേ? അപ്പൊ ഇതില് മഞ്ചാടി നമ്മള് ഭഗവാന്, മഞ്ചാടിക്കൊരു വളരെ വിശേഷമാണല്ലോ, ഭഗവാന് സമർപ്പിക്കുക. അപ്പൊ ഇതില് ധാരാളം കുറി ഉണ്ടാവും. കുറി എന്ന് പറഞ്ഞാൽ മാക്സിമം 1 രൂപ. വിചാരിച്ചത് കണ്ണന്റെ മുമ്പിൽ സാധാരണ മഞ്ചാടിയും കുന്നിക്കൂരും ഒക്കെ സ്വാഭാവികമാണ്, അതുപോലെ അത് അങ്ങനെയല്ല അല്ലെ? സമർപ്പണ നിധി എന്ന് പറഞ്ഞാൽ നമ്മള് കഴിഞ്ഞ 1 വർഷം കൊണ്ട് ആർജിച്ചതിന്റെ ഒരു വിഹിതം ഭഗവാൻ കൊടുക്കുകയാണ്. അത് ഇത് ലോർഡ് കൃഷ്ണ ബാങ്ക് ആണല്ലോ, അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോ അവർക്ക് 1 വർഷം കൊണ്ട് സമർപ്പിച്ചതിന്റെ ഒരു വിഹിതം ഭഗവാൻ സമർപ്പിക്കുന്നു. അത് മാക്സിമം ഇതില് ഉണ്ടാവുക കുറെ കുറികളുണ്ടാവും. 1 രൂപ മുതൽ 1000 രൂപ വരെ മാക്സിമം. അപ്പൊ ആ കിട്ടുന്ന പൈസ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നതും ഭഗവാന്റെ ഇച്ഛ എത്രയാണ് അത് ഭഗവാനോട് സമർപ്പിക്കുക. അത് മാക്സിമം 1000 വരുള്ളൂ കേട്ടോ. അപ്പൊ അത് നമ്മൾ 3 തവണ ഇത് കുന്നിക്കുരു വാരി എടുത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമ്മൾ ആർജിച്ചതിന്റെ ഒരു വീതം ഭഗവാൻ സമർപ്പിക്കുവാണ്. 10 മടങ്ങാക്കി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് എടുക്കുക. അപ്പൊ അതിൽ കിട്ടുന്ന തുക ഭഗവാൻ സമർപ്പിക്കുന്നു. അപ്പോ അതില് ധാരാളം ആളുകൾ അത് ചെയ്യാറുണ്ട്. അന്ന് നടത്താൻ പറ്റുന്ന ഒരു വഴിപാടാണ്. അപ്പോ 10 മടങ്ങാക്കി ഭഗവാൻ തരട്ടെ. കണ്ണന്റെ അടുത്ത് മഞ്ചാടിയും കുന്നിക്കുരും ഒക്കെ കണ്ടപ്പോ അത് വെറുതെ ഒരു ഇതല്ല, അതിന് പുറകിൽ ഇപ്പൊ ഈ സമർപ്പണ നിധിയുടെ കഥ പറഞ്ഞു. അതുപോലെ കൂടെ കാണുന്ന ഒന്നാണ് ഈ, എനിക്ക് തോന്നുന്നു പഞ്ചലോഹത്തിന്റെ ആണെന്ന് തോന്നുന്നു കണ്ണൻ. മനോഹരമായിട്ടുള്ള കണ്ണന്റെ ലോക്കറ്റിന്റെ, അതുപോലെ ആമമോതിരം, ഏലസ്, ഇത് സാധാരണ ഭക്തങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ള ആളോ ഇതിനും എന്തെങ്കിലും വിശേഷം ഉണ്ടോ? നമുക്ക് അതിനകത്തെ ഈ 1 വർഷം നോക്കിയിരുന്നിട്ടാണ് ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിൽ എത്തുന്നത്. പിന്നെ 1 വർഷത്തെ കാത്തിരിപ്പാണ്. അപ്പൊ അതുകൊണ്ട് വരുന്ന ആളുകൾക്കൊക്കെ സൗഖ്യവും അഭീഷ്ടസ്ഥിതി ഉണ്ടാവണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നതും അവർക്ക് ആ ഒരു അനുഭവം ലഭിക്കുന്നത്. അപ്പൊ ഈ പഞ്ചലോഹത്തിൽ തീർത്ത ഭഗവാന്റെ ലോക്കറ്റ് ഉണ്ട്, ചേട്ടൻ പറഞ്ഞ പോലെ ആമമോതിരം ഉണ്ട്, പിന്നെ സൗഖ്യ അഭീഷ്ടസിദ്ധി യന്ത്രമുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ഏലസൊക്കെ വളരെ വിശേഷമാണ്. അത് പൂജിച്ച് അന്ന് അതിന് 1 ആഴ്ച മുമ്പ് തന്നെ നമ്മൾ ശ്രീകോവിൽ വെച്ച് പൂജിച്ചിട്ടാണ്. അല്ല, അന്ന് പൂജ നേരത്തെ പോലെ ഔഷധ സൂക്തമൊക്കെ ജപിച്ച് 1 ആഴ്ച, പിന്നെ നമ്മൾ പേരും നാളും പറഞ്ഞ് ചീട്ടാക്കിയിട്ട് ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ മേൽശാന്തി തന്നെ നേരിട്ട് അതൊക്കെ തരും. അപ്പൊ ആ രീതിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ പുരുഷന്മാർക്കും ഉള്ള ആമമോതിരം, അതുപോലെ ഇത് വളരെ വിശേഷമാണ്. ഈ ഭഗവാന്റെ പഞ്ചലോകത്തിൽ തീർത്ത ഭഗവാന്റെ ലോക്കറ്റ് അത് ധരിക്കാലോ. അതുപോലെ സൗഖ്യ അഭീഷ്ട സിദ്ധി യന്ത്രവും അതൊക്കെ ധരിച്ച് ആയുരാരോഗ്യ സൗഖ്യം ഭക്തനൊക്കെ ഉണ്ടാവട്ടെ. ഔഷധ സേവാ ദിനത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ആളുകളും ഭഗവാന് നാണയപ്പറ സമർപ്പിച്ചാണ് മടങ്ങാറ്. ഏതാഗ്രഹത്തോടു കൂടിയാണോ നാണയപ്പറ സമർപ്പിക്കുക, ആ ആഗ്രഹം അടുത്ത ഔഷധ സേവയ്ക്ക് മുമ്പായി ഭഗവാൻ സാധിപ്പിച്ചു തരും എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ അനുഭവ സാക്ഷ്യം. എല്ലാ വ്യാഴാഴ്ചയും ക്ഷേത്രത്തിൽ നാണയപ്പറ സമർപ്പണം നടന്നു വരുന്നു. നാണയപ്പറ
സമർപ്പിക്കുന്നവർക്ക് പട്ടിൽ പൊതിഞ്ഞ നാണയമാണ് തിരികെ ലഭിക്കുക. ആഗ്രഹം സാധിച്ചതിന് ശേഷം ഈ നാണയം ഭഗവാന് തിരികെ സമർപ്പിക്കണം. കണ്ണൻ്റെ അനുഭവങ്ങൾ പലർക്കും അവരവരുടെ അനുഭവങ്ങളാണ് പറയാനുണ്ടാവുക. ചിലർക്ക് നമ്മൾ ഭഗവാനോട് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ രോഗദുരിതങ്ങൾ മാറിയ കഥകൾ പറയാനുണ്ട്. ജ്ഞാനമ്മ ചേച്ചി അങ്ങനെ ഒരു കഥയാണ് നിങ്ങളോട് സംവദിക്കുന്നത്, നിങ്ങളോട് പങ്കുവെക്കണത്. ഒന്ന് പറഞ്ഞോളൂ. എൻ്റെ വീട്ടിലെ ഒരു കുട്ടി താമസിക്കുന്നുണ്ട്. മോളായിട്ട് തന്നെ കഴിയുന്ന ഒരു കുട്ടി. അവർക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ കഴിഞ്ഞ 1 വർഷം ആവണേ ഉള്ളൂ. കുട്ടിക്ക് തലവേദനയെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇപ്പോൾ 3-4 ദിവസം പറഞ്ഞ പിള്ളേരല്ലേ സ്കൂളിൽ പോകാനുള്ള മടിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞപ്പം കുട്ടിക്ക് കാഴ്ച കുറയണമെന്നൊരു ഇത് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ചിക്കൻ ഗുനിയാണ്, ഭയങ്കര ഒരു സീരിയസ് കൗണ്ട് തീരെ താണു, 10,000-ലും താണു. ഉടനെ ICU കയറ്റണം അങ്ങനെയൊക്കെ തോന്നുന്നു. അപ്പം നമ്മൾ അവരിവിടെ വരുമ്പം അവർ കൊടുക്കും 4 മാസം പ്രായമായിട്ട് കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ നമ്മൾ കുഞ്ഞിനെപ്പോലെ തന്നെ കണക്കാക്കുന്ന ഇതാണ്. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ആ കുട്ടി അതിൻ്റെ അമ്മയും നേർന്നു ഞാനിവിടെ ഭഗവാന് അങ്ങനെ കുട്ടിക്ക് ദോഷമൊന്നും ഇല്ലാണ്ട് വരുവാണെങ്കിൽ ഞാനിങ്ങനെ നാണയപ്പുറം അവളെ കൊണ്ട് നാണയപ്പുറം നടത്തിച്ചോളാം എന്ന് പറഞ്ഞ് നേർന്നു. ഏതായാലും 2 ദിവസം കൊണ്ട് ലക്ഷത്തിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ് സൗണ്ട്. ഞങ്ങൾക്കൊട്ട് ICU കയറ്റണം എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് ലക്ഷത്തിലേക്ക് വന്ന് 2 ദിവസം കൊണ്ട് 4-ാം ദിവസം കുട്ടി ഡിസ്ചാർജ് ചെയ്ത് പോരുകയും ചെയ്തു. ഇവിടെ വന്നിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് അവളെ കൊണ്ട് തന്നെ നടത്തിക്കുകയും ചെയ്തു. പിന്നെ അവർ അങ്ങനെ 100 അനുഭവങ്ങളുണ്ട് നമുക്ക് ഓരോരോ ദിവസങ്ങളിലായിട്ട് സംഭവിക്കുന്നത്. കണ്ണൻ്റെ ലീലാവിലാസമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. അമ്മണി പരമേശ്വരൻ എന്നുള്ള ഭക്തയാണ്, കണ്ണൻ്റെ ഭക്തയാണ്. അവർക്കും കണ്ണനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞു. ഞാൻ ഇവിടുത്തെ മാതൃസമിതി പ്രസിഡന്റാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരാളിങ്ങനെ തളർന്നു കിടന്ന ഒരാൾ പറഞ്ഞു ഇവിടെ അനുഭവം ഉണ്ടായ, അവർ എണിച്ച് നടന്നു ഇവിടെ ഒന്ന് വഴിപാടെല്ലാം കഴിച്ചാണ്. പിന്നെ എനിക്ക് എൻ്റെ ഈ 2 സൈഡിലും ഭയങ്കര വേദനയായിരുന്നു. ഞാൻ ഭഗവാനോട് പറഞ്ഞു എൻ്റെ വേദന വന്ന് എനിക്ക് കിഡ്നി പേഷ്യൻ്റ് ആണെന്നൊരു പേടിയായിരുന്നു. അങ്ങനെയായി ഞാൻ മാറ്റിത്തരണേ ഭഗവാനെ, നാണയപ്പുറ നിറച്ചകന്ന് വെച്ചു. നാണയപ്പുറ നിറച്ചു. അതിനുശേഷം എനിക്കൊരു വേദനയില്ല, ഒന്നുമില്ല എന്നായി. അത്ര എനിക്ക് പറയാൻ. ഭഗവാന്റെ എനിക്ക് ചെറിയ ജോലിയൊക്കെ ഉള്ളതാണ്. ഭഗവാന്റെ അതുകൊണ്ട് ജോലി കിട്ടിയപ്പോൾ മതി ഞാൻ ഭഗവാൻ ഇവിടെ വന്ന് വഴിപാടും കഴിച്ചു, വിളക്കൊക്കെ മേടിച്ചു, അങ്ങനെയൊക്കെ നടത്തി. ആ ജോലി ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അനുഭവം, അങ്ങനെ ഒരു ചെറിയ അനുഭവം, ചെറുതല്ല, എനിക്ക് വലിയ അനുഭവമാണ്. അങ്ങനെ എനിക്ക് ചെറുതെ പറയാനുള്ളൂ എന്ന് പറയുക, അത്രേ ഉള്ളൂ. കണ്ണന്റെ പരമഭക്തിയായ രമണി സുകുമാരൻ ഒരു അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. അമ്മയ്ക്ക് കണ്ണനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. പറഞ്ഞോളൂ. നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. കല്യാണം നടക്കില്ലാത്ത പിള്ളേരുടെ കല്യാണം നടക്കാൻ ഇവിടെ വന്ന് ചുറ്റി പ്രദർശനം വെച്ച് തൊഴുത് ഒരു നുള്ളു പൂവും ഭഗവാന് കൊണ്ടു കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ആ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് കൊച്ചു പ്രായപൂർത്തിയായ പെൺപിള്ളേര്, കല്യാണം നടക്കാത്ത പിള്ളേര് വന്ന് തൊഴുത് അവര് ഒത്തിരി പിള്ളേരെ കല്യാണം അങ്ങനെ നടന്നു കിട്ടിയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ആദ്യമേ നേരത്തെ തൊട്ട് ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി പേരുടെ കല്യാണം ഇവിടെ അടുത്തുള്ള ഒരു ഇടവെട്ടിയിൽ തന്നെ നടന്നിട്ടുണ്ട്. അങ്ങനെ എനിക്കും എൻ്റെ കാര്യങ്ങളും എൻ്റെ കൊച്ചുങ്ങളുടെ, എനിക്ക് 2 പെൺപിള്ളേരാണ്, അവരെയും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തൊഴുതേ പിന്നെയാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടിയത്. എല്ലാ കാര്യങ്ങളും അതിന് സാധിച്ചു. ഇപ്പോഴും ഒരു ദിവസം പോലും വരാതെ ഇരിക്കുന്നില്ല. തീരെ വയ്യെങ്കിൽ മാത്രം ഒരു ദിവസം എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ വരാതെ ഇരിക്കുന്നുള്ളൂ. എന്നും വന്ന് തൊഴുതിട്ട് പോകുന്ന ഒരാളാണ്. കണ്ണന്റെ ഔഷധ സേവ കഴിഞ്ഞാൽ അന്നിവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കർക്കിടക കഞ്ഞിയുണ്ട്. അതും വളരെ ഔഷധ ഗുണമുള്ളതാണ്, ഭഗവാന്റെ പ്രസാദമാണ്. ഇനി ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ഇവിടെ ആകെ കുറവെന്നൊന്നും പറഞ്ഞുകൂടെങ്കിലും ഇനി സംഭവിക്കാനുള്ളത് എന്താ ചോദിച്ചാൽ പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് വരാനുള്ളത് ധ്വജപ്രതിഷ്ഠയാണ്. ധ്വജപ്രതിഷ്ഠയുടെ ഒരു രൂപമാണ് ഈ കാണുന്നത്, അല്ലെ? ധ്വജപ്രതിഷ്ഠാ നിധി. അന്ന് ഭക്തജനങ്ങൾക്ക് യഥാശക്തി നമ്മുടെ കയ്യിലുള്ളത് എന്തായാലും ഭഗവാനുള്ള സമർപ്പണമായിട്ട് അടുത്ത തവണ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭഗവാന്റെ കൊടിമരം കണ്ടു തൊഴണം എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരവസരമാണ്. എനിക്കിപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞ കൂടുതൽ അങ്ങോട്ടൊരു സംശയം ചോദിക്കാണ്ട്. ഒന്ന്, ഈ
അനവധി ആൾക്കാർ പല സ്ഥലത്ത് നിന്ന് വരികയാണല്ലോ. അതെ, ഇത് തൊടുപുഴയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയിട്ടാണ്. അതെ അതെ. തൊടുപുഴയിൽ നിന്ന് എത്ര കിലോമീറ്റർ നിങ്ങളുടെ? തൊടുപുഴയിൽ ഒരു 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ. അപ്പോൾ ആളുകൾക്ക് വന്നു പോകാൻ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ? അന്ന് ഈ ഔഷധ സേവ നടക്കുന്ന ആ ദിവസം അന്ന് KSRTCയുടെ സ്പെഷ്യൽ സർവീസുകൾ തൊടുപുഴയിൽ നിന്നുണ്ടാവും. രാവിലെ 5 മണി മുതൽ ഉണ്ടാവും. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് KSRTC സ്റ്റാൻഡിൽ നിന്നാൽ അവിടെ നിന്ന് ഇവിടെ എത്തിക്കാനും തിരിച്ച് നമ്മുടെ സ്റ്റാൻഡിലേക്ക്, തൊടുപുഴ സ്റ്റാൻഡിലേക്ക് എത്തിക്കാനായിട്ട് KSRTC സ്പെഷ്യൽ സർവീസുകൾ അന്ന് അതെല്ലാവരും പ്രയോജനപ്പെടുത്തുവാണെങ്കിൽ തന്നെ നമുക്ക് പരമാവധി തിരക്ക് കുറച്ച് വരുന്ന ആളുകൾ വന്ന് കഴിച്ചു പോകുന്നു, അപ്പോഴേക്കും അടുത്ത ബാച്ച് വരുന്നു. അപ്പൊ അതൊന്ന് പ്രയോജനപ്പെടുത്തിയാൽ വളരെ കാലത്ത് നേരത്തെ തന്നെ വരണമെന്നില്ല, ആ സമയം പോലെ എത്തിയാലും മതി. അത് 5 മണി മുതൽ തീരുന്ന സമയം വരെ ഉണ്ടല്ലോ. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഒരു ഔഷധ സേവ കഴിഞ്ഞാൽ ഭക്തജനങ്ങൾ പറയും ഇനി ഞങ്ങൾ അടുത്ത കൊല്ലം ആവണ്ടേ ഈ ഔഷധ സേവയ്ക്ക്, അതുവരെ കാത്തിരിക്കുകയാണ് അല്ലെ? അങ്ങനെ കാത്തിരുന്നു. ഒരു ദുശ്ചോദ്യാണ് കേട്ടോ. അങ്ങനെ കാത്തിരുന്നു, ആ സമയമായി, അദ്ദേഹത്തിന് എന്തെങ്കിലും കാണിച്ചോ വരാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ വരാറാ മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ വന്നാൽ പിന്നെയും ഒരു വർഷം കാത്തിരിക്കേണ്ടി വരില്ലേ? അത് എന്തെങ്കിലും ഉപായം ഉണ്ടായിരുന്നു? അതൊരു നല്ല ചോദ്യമാണ്. അപ്പോൾ അതിനകത്ത് പറയാനുള്ളത്, ഏതൊരു ക്ഷേത്രത്തിനാണെങ്കിലേ അവിടുത്തെ ഈ ചൈതന്യം ഏറ്റവും ദീപ്തമായി നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ശബരിമലയാണെങ്കിൽ മകരവിളക്ക്, അല്ലെങ്കിൽ ചോറ്റാനിക്കര മകം തൊഴില്, വൈക്കത്താണെങ്കിൽ അഷ്ടമി ദർശനം എന്ന് പറഞ്ഞതുപോലെ ഇടവെട്ടി ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഭഗവാന്റെ ചൈതന്യം ഏറ്റവും ദീപ്തമായി നിൽക്കുന്ന ഒരു ദിവസമാണ് കർക്കിടകം 16. അപ്പൊ ചേട്ടൻ ചോദിച്ച പോലെ ഇനിയിപ്പം അന്ന് എന്തെങ്കിലുമൊക്കെ അസൗകര്യം കൊണ്ട് വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എല്ലാ മലയാള മാസവും 2ാമത്തെ വ്യാഴാഴ്ച ഇവിടെ വളരെ വിശേഷമായിട്ട് സൗഖ്യ അഭീഷ്ട സിദ്ധി പൂജ നടക്കുന്നുണ്ട്. പക്ഷെ വർഷത്തിൽ ഒരു ദിവസമാണ് ഈ മരുന്ന്, ഔഷധം, വെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷെ എന്തും ഔഷധമാക്കി മാറ്റുന്ന കൃഷ്ണനാണ്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള മാസങ്ങളിൽ 11 മാസങ്ങളിലും എല്ലാ മലയാള മാസവും 2ാമത്തെ വ്യാഴാഴ്ച വന്നാൽ ഭഗവാന് നേദിച്ച വെണ്ണ, ഔഷധ സൂക്തം ജപിച്ച് നേദിച്ച വെണ്ണ അത് ഇവിടെ വെച്ചാണ് നടക്കുന്നത്. വിളക്ക് വെച്ചിട്ട് ആചാര്യമാര് മന്ത്രം ചൊല്ലിത്തരും. അത് ഏറ്റുചൊല്ലി രോഗം വരാതിരിക്കാനായിട്ട് അന്നും ഈ പറഞ്ഞ പോലെ നാണയപ്പറയും തുലാഭാരമൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ സൗഖ്യ അഭീഷ്ട സിദ്ധി പൂജ ബാക്കിയുള്ള 11 മാസങ്ങളിലും എല്ലാ മലയാള മാസവും 2ാമത്തെ വ്യാഴാഴ്ച ഒരു 8 മണിക്ക് തുടങ്ങി ഒരു 10 മണി വരെ ആകുമ്പോഴേക്കും നമ്മൾ തന്നെയാണ് അർച്ചന നടത്തേണ്ടത്. പുഷ്പങ്ങളുണ്ടാവും. അർച്ചന നടത്തി ഭഗവാന്റെ ഒരു 4 പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ അത് പൂർത്തിയാക്കാം. അപ്പൊ അങ്ങനെ ആ ഒരു ഔഷധ സേവയ്ക്ക് വരാൻ പറ്റാത്തവർക്ക് ഈ തന്നെയാണ് ചടങ്ങ്. കാരണം വെണ്ണ തന്നെയാണ് കൊടുക്കുന്നത്. വെണ്ണയാണ് ആയുർവേദ ഔഷധമല്ല, വെണ്ണ നമ്മൾ കൊടുക്കും. അത് നമ്മൾ തന്നെ ഓരോരുത്തരും വിളക്കിന് ചുവട്ടിലിരിക്കുക, ആചാര്യന്മാര് മന്ത്രം ചൊല്ലിത്തരും. അത് ഏറ്റുചൊല്ലി അർച്ചന നടത്തിയതിനു ശേഷം രോഗം വരാതെ കാത്തിരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന് നേദിച്ച വെണ്ണ കഴിക്കുന്നു. 4 പ്രദക്ഷിണം വെച്ച് ചടങ്ങ് അവസാനിക്കുന്നു. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ വഴിപാടുകൾ ചെയ്യാം. നാണയപ്പറയും നാണയം കൊണ്ട് തുലാഭാരം എല്ലാം അന്ന് ചെയ്യാൻ പറ്റും. ഔഷധ സേവാ ദിനത്തിൽ രാവിലെ മുതൽ തൊടുപുഴ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്നും വെള്ളിയാമറ്റം, വെട്ടിമറ്റം, പൂമാല റൂട്ടിൽ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇടവെട്ടി ചിറ ജംഗ്ഷനിൽ ഉള്ള ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. ഈ വർഷത്തെ ഔഷധ സേവ കർക്കിടകം 16-ാം തീയതി, ജൂലൈ 31-ാം തീയതിയാണ്. എല്ലാ ഭക്തന്മാരും ഭഗവാനെ ദർശിക്കാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ ഉപദേവതമാരും ആ ഭക്തന്മാരെ അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ വഴിപാടുകളും ഇവിടെ ചെയ്യേണ്ട രീതികളും ആചാരങ്ങളും ഒക്കെ മനസ്സിലായല്ലോ. അപ്പൊ കാത്തിരിക്കുന്ന എല്ലാ ഭക്തന്മാരെ പോലെ തന്നെ ഭഗവാനും കാത്തിരിക്കുക നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടി. ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഈ അത്ഭുത കൃഷ്ണന്റെ, ആനന്ദകൃഷ്ണന്റെ, ഔഷധക്കണ്ണന്റെ തിരുനടയിലേക്ക്, ഈ ഔഷധ സേവയുടെ ദിനത്തിലേക്ക് സ്നേഹാദരപൂർവം കണ്ണന്റെ നാമധേയത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.